മകളായ ആരതി ഫോണിൽ വിളിച്ച് അച്ഛൻ്റെ അന്തിമോപചാര ചടങ്ങുകളുടെ ഭാഗമായി നടക്കുന്ന പൊതുദർശനം ഒരു സൈനികന് കാട്ടിക്കൊടുക്കുന്ന ദൃശ്യങ്ങളാണ്. ഏറ്റവും കൂടുതൽ സഹായം നൽകി ഇവർക്കൊപ്പം നിന്ന ശ്രീരാജ് എന്ന സൈനികന് അവസാനമായി ഒരു സല്യൂട്ട് നൽകാനുള്ള അവസരം കൊടുക്കുന്ന മകൾ. കശ്മീരിൽ നേരിട്ട അത്യന്തം ഞെട്ടിക്കുന്ന ഈ സംഭവത്തിൽ ഒപ്പം നിന്ന സൈനികനാണ് ശ്രീരാജ്. അവസാനമായി രാമചന്ദ്രന് അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരം നൽകുകയാണ് കുടുംബം. ഭൗതിക ദേഹത്തിൽ അദ്ദേഹം അന്തിമോപചാരം അർപ്പിക്കുന്നു. ശ്യാം പ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായി ചേർന്നു. ശ്യാം, വളരെ കരളലിയിക്കുന്ന ദൃശ്യങ്ങൾ, കണ്ണിനെ ഈറനണിയിക്കുന്ന ദൃശ്യങ്ങളാണ്. ഏറ്റവും കൂടുതൽ സഹായവും സഹകരണവുമായി ഒപ്പം നിന്ന ഒരു സൈനികൻ, ആ സൈനികനുമായുള്ള ആത്മബന്ധം കൂടിയാണ്. എല്ലാ മനുഷ്യരോടും വളരെ ആത്മബന്ധത്തോടെ പെരുമാറുന്ന കുടുംബം എന്നുകൂടി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. കാരണം അന്ന് അവിടെ നിന്ന് പോരുമ്പോൾ ഒപ്പമുണ്ടായിരുന്ന രണ്ട് കശ്മീർ സ്വദേശികളായ സഹോദരന്മാരെ എനിക്ക് കിട്ടി എന്ന് ആ മകൾ പറയുന്നുണ്ടായിരുന്നു. അള്ളാഹു നിങ്ങളെ കാത്തുകൊള്ളട്ടെ, കാത്തുരക്ഷിക്കട്ടെ എന്ന് ആശീർവദിച്ച ശേഷമാണ് തിരികെ പോകുന്നതെന്ന് വളരെ സന്തോഷത്തോടെയോ സമാധാനത്തോടെയോ ഒക്കെ ആ പെൺകുട്ടി പറയുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോഴിതാ ഈ ദൃശ്യങ്ങൾ കൂടി. വിവരങ്ങൾ എന്തൊക്കെയാണ് ശ്യാം? മോത്തി, തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ കരളൊക്കെ അലിയിപ്പിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണിത്. കാരണം ഈ കഴിഞ്ഞ ദിവസം ആ കശ്മീരിലുണ്ടായ ഭീകരാക്രമണത്തിന് ശേഷം ആ കുടുംബത്തിന് താങ്ങും തണലുമായി നിന്ന ഒരു പട്ടാളക്കാരനാണ് അല്പം മുമ്പ് ആ കുടുംബത്തെ വീഡിയോ കോളിൽ വിളിച്ചത്. അദ്ദേഹത്തിൻ്റെ ജോലിക്കിടയിലാണ് നിലവിൽ ഇവരെ വിളിച്ച് അവരുമായിട്ട് സംസാരിക്കുന്നത്. ആരതിയുമായി സംസാരിക്കുന്നു. ആരതി വളരെ സ്നേഹത്തോടു കൂടി ആ പട്ടാളക്കാരനെ ഇപ്പോഴത്തെ ഈ വിശേഷങ്ങൾ പറയുന്നു. അച്ഛനെ കാണാൻ ഒരുപാട് പേർ ഇവിടെ എത്തുന്നു. ആ കാര്യങ്ങളൊക്കെ പങ്കുവച്ച ശേഷം പിന്നീട് ആരതിയുടെ സഹോദരൻ്റെ കയ്യിൽ ആ ഫോൺ കൈമാറിയ ശേഷം ആ സഹോദരനുമായി സംസാരിച്ച ശേഷം പിന്നീട് ആ സഹോദരൻ തന്നെ അച്ഛൻ്റെ മൃതദേഹം ആ സൈനികന് മുമ്പിൽ ആ ഫോൺ ഉപയോഗിച്ച വീഡിയോ കോളിലൂടെ കാണിച്ചു നൽകുകയാണ്. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ അദ്ദേഹം സല്യൂട്ട് ചെയ്ത് തൊപ്പിയൂരി അദ്ദേഹം സല്യൂട്ട് ചെയ്യുന്നതും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. സ്വാഭാവികമായിട്ടും ഒരു രാജ്യത്തിൻ്റെ നോവ് തന്നെയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും അവർ അവിടെ ഒറ്റപ്പെട്ടു പോയപ്പോൾ ആ സൈനികനും അവർക്കൊപ്പം ചേർന്ന് നിന്ന് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്ത് ജമ്മു കാശ്മീരിൽ നിന്നും ഈ ഡൽഹിയിലേക്ക് എത്തുന്നത് വരെ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. അതിനുശേഷം വീട്ടിലെത്തിയ ശേഷവും അവരെ വിളിച്ച് കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു. അങ്ങനെ ഇപ്പോഴും അച്ഛൻ പൊതുദർശനത്തിന് വെച്ചപ്പോൾ ആ അച്ഛനെ അവസാനമായി ഒരു നോക്ക് കാണാൻ അദ്ദേഹം തൻ്റെ ജോലിക്കിടയിൽ കർമ്മനിരതനായി നിന്നുകൊണ്ട് തന്നെ ഫോണിൽ വിളിച്ച് ആ മൃതദേഹത്തിന് മുമ്പിൽ സല്യൂട്ട് ചെയ്യുന്നു. ഏറെ കരളലിയിപ്പിക്കുന്ന ആ ദൃശ്യങ്ങൾ അത് പകർത്തിയത് നമ്മുടെ ആൻ്റണി ഗ്രിഗറിയാണ്. സ്വാഭാവികമായിട്ടും വളരെ വേദനാജനകമായിരുന്നു ആ കാഴ്ച. അവർക്ക് മുമ്പിൽ അദ്ദേഹവും ഏറെ വേദനയോടുകൂടി ആ കാഴ്ച കണ്ട് ആ മൃതദേഹത്തിന് മുമ്പിൽ ആ സല്യൂട്ട് നൽകി പിന്നീട് ആ ഫോൺ കോൾ അവസാനിപ്പിക്കുകയും ചെയ്തു. എന്തായാലും നിലവിൽ ഇപ്പോഴും നിരവധിയായിട്ടുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു. പൊതുദർശനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്.
വലിയ ഒരു ക്യൂ നമുക്ക് പുറത്ത് കാണാൻ കഴിയുന്നുണ്ട്. 9 മണിയെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും പക്ഷേ 9 മണിയൊക്കെ കഴിയാൻ സാധ്യതയുണ്ട്. കാരണം നിരവധിയായിട്ടുള്ള ആളുകൾ ഈ രാമചന്ദ്രനെ ഒരു ദിവസം പോലും കാണാത്ത ആളുകൾ, അതായത് ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ആളുകൾ ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ച് ആ ബന്ധുക്കളെ ചേർത്ത് പിടിക്കുന്നു. അതിനിടയിലാണ് ഈ ഒരു അപകടം നടന്ന സമയത്ത് ആ കുടുംബത്തെ ചേർത്ത് പിടിച്ച ആ സൈനികൻ കൂടി വിളിച്ചുകൊണ്ട് ഇവർക്ക് ഒപ്പം നിന്നുകൊണ്ട് ആ മൃതദേഹം ഒരിക്കൽ കൂടി അദ്ദേഹം കാണുകയും ചെയ്തത്. ശ്രീരാജ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം മലയാളിയാണ്, മലയാളിയായ സൈനികനാണ്. വിളിച്ച് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്ത് ഇപ്പോൾ ആ മൃതദേഹത്തിന് മുമ്പിൽ അദ്ദേഹം ആ യൂണിഫോമിൽ നിന്ന് സല്യൂട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തത്. അത് കേവലം ഒരു വീഡിയോ കോളിലുള്ള ദൃശ്യങ്ങളാണെങ്കിൽ പോലും അത് കാണുമ്പോൾ നമുക്ക് നമ്മുടെ കരളലിഞ്ഞു പോകും. കാരണം ആ ഒരു രാജ്യസ്നേഹത്തിൻ്റെ തീർച്ചയായിട്ടും നമുക്ക് ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണാം. കശ്മീരിൽ നേരിട്ട ദുരന്തം, അപ്രതീക്ഷിതമായി ഉണ്ടായ ഞെട്ടിക്കുന്ന സംഭവത്തിൽ തകർന്നു പോയവർക്ക് എല്ലാ സഹായവുമായി ഒപ്പമുണ്ടായിരുന്ന സൈനികനാണ്. ഒരുപാട് പേർ ഒപ്പമുണ്ടായിരുന്നു. അതിലൊരാളാണ് സൈനികനായ ശ്രീരാഗിനെ അവസാനമായി രാമചന്ദ്രന്റെ ഭൗതികദേഹം ഒരിക്കൽ കൂടി കാണിക്കാനുള്ളൊരു മനസ്സ് മകൾ കാണിക്കുകയായിരുന്നു. ഫോണിൽ വീഡിയോ കോൾ ചെയ്ത് ഭൗതികദേഹം കാട്ടിക്കൊടുത്തപ്പോൾ അദ്ദേഹം ധരിച്ചിരുന്ന തൊപ്പി ഊരി ആദരവ് അർപ്പിച്ചുകൊണ്ട് സല്യൂട്ട് ചെയ്യുന്നു. അവസാന സല്യൂട്ട് നൽകുകയാണ് പ്രിയ സഹോദരനായ സൈനികൻ. നമ്മുടെ ആന്റണി ഗ്രിഗറി എന്ന ക്യാമറമാൻ പകർത്തിയ കരളലിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഇത്. ആ തിരക്കിനിടയിലും ആന്റണിയുടെ ക്യാമറ കണ്ണുകൾ ഇത് കാണുകയായിരുന്നു.